മോളുടെ ഒരാഗ്രഹമല്ലേ മീൻ കഴിക്കുന്നില്ലെന്ന് പറഞ്ഞില്ലേ? മീൻ ഫ്രഷ് മീനാ കേട്ടോ. അടി മേളിൽ നിന്ന് വീണതാണ്, അങ്ങനെ സംഭവിച്ചാണ്. ഓപ്പറേഷനും ഡോക്ടർ പിന്നെ ഞങ്ങളെ വിളിച്ച് അതെന്ന് പറഞ്ഞാൽ ഇന്നപ്പോൾ പറഞ്ഞു വണ്ടി കൂലി ഇല്ല. എന്നിട്ട് ഞങ്ങൾ ഓരോരുത്തരെ വീട്ടിൽ കയറി വന്ന് വീടിൻ്റെ കാര്യം ലൈഫിൻ്റെ വീട് ശരിയായി വന്നതായിരുന്നു. അപ്പോഴാണ് എൻ്റെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ബാത്റൂമാണ്. കുളിക്കുന്നത് ഇവിടെ തന്നെ. വേറെ സംവിധാനം നമ്മുടെ ഇവിടില്ല. ഉണ്ടോ? ഇപ്പം എനിക്കും ജോലിക്കൊന്നും പോകാൻ പറ്റുന്നില്ല. എന്നോട് ഭയങ്കര വേദന, ഈ നരമ്പിനൊക്കെ നല്ല വേദന. പിന്നെ ആശുപത്രി കൊണ്ടുപോയത് ഭയങ്കര ബുദ്ധിമുട്ടിലാണ് ഇപ്പം ഞങ്ങൾ കഴിയുന്നത്. എന്തോ നമ്മളെ സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ കണ്ടിരുന്നു. എന്തോ രാവിലെ പരിപാടി? ചോറ് വയ്ക്കുന്നു. അരി വെന്തിട്ട് വേണം അമ്മയ്ക്കും അകത്തെടുക്കുന്ന അതും കൊടുക്കുന്നത്. മക്കളൊക്കെ എന്ത് ചേച്ചി? മക്കളൊക്കെ അകത്തിൽ കൊണ്ട് കഞ്ഞിക്ക് മുളക് ഞവിടുന്നു കുടിക്കാൻ. അവരെയൊക്കെ ഒന്ന് വിളിക്കാം. സബിതേ, കഞ്ഞി കുടിക്കാനായിട്ട് കറി ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. എന്തോ കറി? എന്തോ പുളിമുളക് ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. വേറെ കറിയൊന്നും ഇല്ലയോ? ഇല്ല. ഇതൊക്കെയാണോ ഇപ്പോഴത്തെ കറി? അന്നേരം മീൻ കിട്ടിയില്ലയോ? ഇല്ല, മീൻ മേടിക്കത്തില്ല ഇവിടെ. അതെന്താ മീൻ മേടിക്കാത്തെ? എല്ലാ ദിവസവും ഇതൊക്കെ തന്നെ കഴിക്കുന്നു. മോള് ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? MGD-യിൽ. ഇതിപ്പം ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അണ്ണനെ കൊണ്ട് ആശുപത്രി കയറി ഇറങ്ങിയൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പോൾ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ട് വന്നുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. കൊച്ചുങ്ങളെയും കൊണ്ട് പിള്ളേരെ കാര്യങ്ങൾ പോലെ ഇപ്പം എനിക്ക് നോക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം. ഭയങ്കര ചൂടാ. പിന്നെ ഇരിക്കാനും നിൽക്കാനും പറ്റത്തില്ല. ഭയങ്കര ഇത് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ട് വന്നപ്പോഴത്തേക്ക് അതിനൊക്കെ വെപ്രാളവും ചൂടൊക്കെ തിരിച്ചെടുക്കണം. പിന്നീട് 2 ഫാൻ, ഒരു പഴയ ഫാൻ ഇവിടെ കിടന്ന് ഞങ്ങളത് എൻ്റെ മോൻ തുടച്ച് ഒക്കെ 2 എണ്ണം ഇപ്പം ശരിയാക്കി വെച്ചിട്ടുണ്ട്. അവൻ തന്നെയാണ് ശരിയാക്കിയത്, കാറ്റൊക്കെ കിട്ടാൻ വേണ്ടി. ഏത് പഞ്ചായത്ത്? കുണ്ട്ര പഞ്ചായത്ത്. എന്തെങ്കിലും പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ചെയ്യാറുണ്ടോ? ഇപ്പം അണ്ണനെ വയ്യാതെ അതിന് ശേഷം ഒരു സഹായം ഇന്ന് വരെ ഞങ്ങൾക്ക് ചെയ്തിട്ട്. ഞാൻ ഇതേപോലെ സീഡ്സ് പേപ്പറൊക്കെ കൊണ്ട് ഞാൻ ഒത്തിരി അടുത്ത് കയറി ഇറങ്ങി, ഒരു ഫലവും ഇല്ലാതെ. വീടിൻ്റെ കാര്യം ലൈഫിൻ്റെ വീട് ശരിയായി വന്നതായിരുന്നു. അപ്പോഴാണ് എൻ്റെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. മൂത്രം ഒഴിക്കുന്നിടത്ത് ബ്ലഡ് ഓടുന്ന നരമ്പ് പൊട്ടിപ്പോയതും. അന്നേരം ആദ്യം പ്ലാസ്റ്റിക് സർജറി ചെയ്ത് അത് കഴിഞ്ഞിട്ട് അത് ഇങ്ങനെ തേഞ്ഞ് അതും പൊട്ടിപ്പോയി. ബ്ലഡ് ഓട്ടം ഇല്ലെന്നും പറഞ്ഞ് ചെയ്താൽ കിട്ടത്തില്ലെന്നും പറഞ്ഞ് ഞങ്ങൾ 2-3 മാസം കൊണ്ട് ഞങ്ങൾ കൊണ്ട് നടക്കും. പിന്നെ ഓപ്പറേഷന് മരുന്നെല്ലാം വാങ്ങിച്ച് വീട്ടിൽ ആശുപത്രി ചെന്നപ്പം പറഞ്ഞ് ചെയ്യാൻ പറ്റത്തില്ലെന്നും പറഞ്ഞു മരുന്നെല്ലാം തിരിച്ച് തന്നുവിട്ട്. പിന്നെ ഞങ്ങൾ ഡോക്ടർ വിളിക്കാമെന്ന് പറഞ്ഞു ഒന്നും കൂടെ മരുന്നിന്. ഓപ്പറേഷനും ഡോക്ടർ പിന്നെ ഞങ്ങളെ വിളിച്ച് അതെന്ന് പറഞ്ഞാൽ ഇന്നപ്പോൾ പറഞ്ഞു വണ്ടി കൂലി ഇല്ല. എന്നിട്ട് ഞങ്ങൾ ഓരോരുത്തരെ വീട്ടിൽ കയറി
കയറി ഇറങ്ങേണ്ട അവസ്ഥ വന്ന് ഞാൻ അങ്ങനെ അണ്ണനെ കൊണ്ട് വണ്ടി വിളിച്ചേ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അത്രയ്ക്കും വേദനയായിരുന്നു അണ്ണന്. അങ്ങനെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് പിന്നീട് അവർ ഉറപ്പൊന്നും പറഞ്ഞില്ല. രാവിലെ 7:30 കയറ്റിയിട്ട് വൈകിട്ട് 6:30 ഇറക്കിയത്. അന്നേരം കഴിഞ്ഞ ഉടനെ ഡോക്ടർ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു ഓപ്പറേഷൻ കഴിഞ്ഞെന്ന് പറഞ്ഞു. മെഡിക്കൽ കോളേജിൽ തിരുവനന്തപുരം യൂറോളജി സതീഷ് സാറ്. ചേച്ചിക്ക് എന്താണ് ആരോഗ്യ പ്രശ്നങ്ങൾ എന്താണ് പറ്റിയത്? ഞാൻ അവിടെ നിന്ന് അണ്ണനെ നോക്കാൻ നിന്നിരുന്നു. അപ്പോൾ അവിടുത്തെ ബ്ലീച്ചിൻ്റെ അവിടുത്തെ കാലാവസ്ഥ എനിക്ക് പിടിക്കുന്നില്ല. അങ്ങനെ കാല് രണ്ടും പൊട്ടി ചൊറിഞ്ഞ് കണ്ടോ. ഇപ്പോൾ എനിക്കും ജോലിക്കൊന്നും പോകാൻ പറ്റുന്നില്ല. എന്നോർത്ത് ഭയങ്കര വേദന, ഈ നരമ്പിനൊക്കെ നല്ല വേദന. ഇപ്പോൾ വീട്ടിൽ വന്ന് ഡിസ്ചാർജ് ചെയ്ത് ഞങ്ങൾ വീട്ടിൽ വന്ന് പിന്നെ ആശുപത്രി കൊണ്ടുപോയത് ഭയങ്കര ബുദ്ധിമുട്ടിലാണ് ഇപ്പം ഞങ്ങൾ കഴിയുന്നത്. മഴക്കാലത്തൊക്കെ പ്രശ്നങ്ങൾ ചോരാറൊക്കെ ഉണ്ടോ? പെരക്കകത്ത് വെള്ളം മൊത്തം കയറി. ഞങ്ങൾ താഴെ കിടക്കുമ്പം മഴ പെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ സാരിയൊക്കെ നൂത്തിട്ടെടുത്താ തറയെ കിടക്കുന്നത്. പഠിക്കുന്നേ? 8ല്. ഏത് സ്കൂളിലാ? MGD സ്കൂൾ. നല്ലോണം പഠിക്കുന്നുണ്ടോ? പഠിക്കുന്നുണ്ടല്ലേ. പഠിക്കാനുള്ള സൗകര്യങ്ങൾ ടേബിളും കസേരയും ഒക്കെ ഇല്ലല്ലേ? ഇല്ല. എവിടെ ഇരുന്നാ അമ്മ പഠിക്കുന്നേ? തറയിരുന്നാണ് പഠിക്കുന്നല്ലേ? വെട്ടമൊക്കെ ഉണ്ടോ? കഴിച്ചോ? ആഹാരമൊക്കെ കഴിച്ചോ? ആഹാരമൊന്നും കഴിച്ചില്ല. രാവിലെ പെസന്നുള്ള ഗുളിക കഴിച്ച്, പിന്നെ തേയിലുള്ള ഇട്ട് കുടിച്ച്, പിന്നെ ആഹാരത്തിന് അരി അടുപ്പിലിട്ടതേ ഉള്ള അരി വെന്തില്ല. ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ? എനിക്കങ്ങ് തീരെ വയ്യ മോനെ. പെൻഷനൊക്കെ കൃത്യമായിട്ട് കിട്ടാറുണ്ടോ? ഇപ്പം കിട്ടുന്നില്ല. 6-7 മാസമായി പെൻഷൻ കിട്ടിയിട്ട്. പെൻഷൻ കിട്ടുന്നില്ല. അതിനെ കുറിച്ചൊക്കെ അന്വേഷിക്കുന്നുണ്ടോ? ഞാൻ പോയി അന്വേഷിച്ചു. അവരെന്ത് പറഞ്ഞു? അപ്പം പിന്നെ ബാങ്കിൽ അവർ പറഞ്ഞു പോയി പെൻഷൻ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. പെൻഷൻ ഇതുവരെ വന്നിട്ടില്ലെന്ന് പറഞ്ഞു. അമ്മയ്ക്ക് എന്തൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളുള്ളത്? എനിക്ക് തളർച്ചയുണ്ട്, പിന്നെ ശരീരം മൊത്തം ഒരു വേദനയുണ്ട്. കാല് രണ്ടിലും പെരുപ്പ് തോന്നി നടക്കാൻ ഒക്കുന്നില്ല. പിന്നെ കണ്ണിന് കാഴ്ച പോരാ. കണ്ണിനകത്തില്ല വല പോലെ കാണാൻ ഒക്കുന്നില്ല. ഇതാണ് നമ്മുടെ ചേട്ടൻ. ചേട്ടാ, ശരിക്കും എന്താണ് സംഭവിച്ചത്? 10-12 അടി മേളിൽ നിന്ന് വീണതാണ്. അങ്ങനെ സംഭവിച്ചാണ്. മൂത്രത്തിൽ വന്ന് തടി വീണു. അങ്ങനെ സംഭവം. 2017 തൊട്ട് ഈ അന്നോട്ടേ ഇട്ടിരിക്കുക. ഇപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം 2 ട്യൂബ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ച പോയി ഒരു ട്യൂബ് മാറ്റിയത്. ഇപ്പോൾ ഒരു ട്യൂബ് ഉണ്ട്. വരുമാനമൊക്കെ എങ്ങനെയാണ്? ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ പോകുന്ന വീട്ടിൽ അമ്മാമ്മയുടെ കാരുണ്യം കൊണ്ട് അവർ ഞങ്ങൾക്കുള്ള ചിലവ് കൊണ്ട് തരുന്നത് എന്ന് പറഞ്ഞാൽ സാധനങ്ങൾ വീട്ടിൽ ബുദ്ധിമുട്ടില്ലാതെ. അമ്മാമ്മ ഇപ്പം എൻ്റെ ദൈവമെന്ന് എനിക്ക് പറയാം. അമ്മാമ്മ ഒരു അമ്മാമ്മ ആയതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് തുണിയായാലും ഇന്നലെ ഞങ്ങൾ അവരെ വീട്ടിൽ അമ്മാമ്മ വന്ന് കണ്ടപ്പോൾ കീറിയ പാൻറ് എൻ്റെ മോൻ ഇട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അമ്മാമ്മയുടെ ഒരു മോള് പാൻറ് എൻ്റെ മോന് കൊടുത്തത്. ഒരു തുണി കീറിയ തുണി ആവട്ടെ, ഒരു ബാഗ് ആവട്ടെ, എൻ്റെ ഭർത്താവ് ഒരു ഷർട്ട് ആവട്ടെ, ഇത് പോകുന്ന വീട്ടിൽ അമ്മാമ്മ കൊടുത്ത ഷർട്ട്. ബാത്റൂമാണ്. കുളിക്കുന്നത് ഇവിടെ തന്നെ. വേറെ സംവിധാനം നമ്മുടെ ഇവിടെ ഇല്ല. ഡോറൊന്നുമില്ല. അതുകൊണ്ട് ചേച്ചി ഇവിടെ കുളിക്കാൻ നേരത്തെ ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത്, കാവലിരിക്കുന്നു. ഇതൊക്കെ എന്തിനു കിട്ടിയതായി ട്രോഫിയൊക്കെ? സ്കൂളിലെ കലോത്സവത്തിൽ പരിപാടിക്കൊക്കെ ചേർന്ന് കിട്ടിയതാണല്ലോ. ഏതൊക്കെ ഐറ്റംസ് ചെയ്യും? ഡാൻസ് ചെയ്തപ്പോൾ കിട്ടിയതായത്. ഇതേ ഉള്ളു. ഇതിന്റെ ബാലൻസ് ഉണ്ട്. അത് അച്ഛൻ്റെ വീട്ടിലേക്ക് അവിടെ ഇവിടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് അവിടെ വെക്കാൻ. ഇനിയുണ്ടോ? ട്രോഫി ഒരുപാടുണ്ടോ? ആ, എൻ്റെ 1ാം ക്ലാസ് തൊട്ട് പഠിച്ച ട്രോഫി ഇരിക്കുന്നു. ഒരുപാട് കാണുമല്ലോ. എളമ്പള്ളി സ്കൂളിൽ പാട്ട് പാടാൻ പോയപ്പോൾ ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. നമ്മളിവിടെ വന്നപ്പോൾ ആ കുട്ടി പറഞ്ഞത് മീൻ കഴിച്ചിട്ട് മാസങ്ങളായി എന്നാണ്. ആ സങ്കടം നമ്മൾ എന്തെങ്കിലും തീർക്കുവാണ്. നമ്മളുടെ ഒരാഗ്രഹമല്ലേ മീൻ കഴിക്കുന്നില്ലെന്ന് പറഞ്ഞില്ലേ? മീൻ ഫ്രഷ് മീനാ കേട്ടോ. കഴിഞ്ഞ 3 വർഷം കാലത്തോളം 5 പേർ താമസിക്കുന്ന ഒരു വീടാണ് ഈ കാണുന്നത്. രോഗാവസ്ഥയുള്ള ഒരച്ഛനും 15 വയസ്സുള്ള ഒരു പെൺകുട്ടിയുമുള്ള 5 പേർ. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്നോ ഈ ഇലക്ഷൻ കാലഘട്ടത്തിൽ പോലും തിരിഞ്ഞു നോക്കാതിരിക്കുന്ന ഈ അവസ്ഥയിൽ എന്തുകൊണ്ട് ഇവരാരും പ്രതികരിക്കാതിരിക്കുന്നു എന്നുള്ള ചോദ്യം ബാക്കിയാകുന്നു. ഈ വീഡിയോ കാണുന്ന എല്ലാ നല്ലവരായ പ്രേക്ഷകരും നിങ്ങളാൽ കഴിയുന്ന വിധത്തിൽ ഈ കുടുംബത്തെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. താഴെ കാണുന്ന അക്കൗണ്ട് നമ്പറിലേക്ക് നിങ്ങളാൽ കഴിയുന്ന വിധം സഹായം നൽകാവുന്നതാണ്.